ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2024 മെയ് മാസ ഫലമാണ്. മെയ് മാസം 1-ാം തീയതി മുതൽ 31-ാം തീയതി വരെയുള്ള ഒരു മാസത്തെ ഫലം. അത് മിഥുനം രാശിക്കാരായിരിക്കുന്ന മകയിരത്തിൻ്റെ 3-4 പാദങ്ങളും തിരുവാതിരയും പുണരത്തിൻ്റെ ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത്. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് നോക്കുമ്പോൾ ഭാഗ്യാധിപന്മാരായ ഗ്രഹങ്ങളാണ് ശുക്രനും അതുപോലെ തന്നെ ശനിയും. ഭാഗ്യാധിപനായ ശനി തൻ്റെ സ്വന്തം ക്ഷേത്രത്തിൽ കുംഭം രാശിയിൽ നിൽക്കുമ്പോൾ ഭാഗ്യമുള്ള ഒരു ആഴ്ചയാണ്. അതുപോലെ ശുക്രൻ, 5-ാം ഭാവാധിപൻ കൂടിയായ ശുക്രൻ 11-ാം ഇടത്ത് നിൽക്കുന്നു. കൂടെ രാശ്യാധിപനായ ബുധനുമുണ്ട്. അഭിവൃദ്ധികരമായ കാര്യങ്ങളാണ്. എന്നാൽ വ്യാഴമാറ്റം അത്ര തൃപ്തികരമല്ല. സപ്തമഭാവത്തിൻ്റെയും തൊഴിൽ സ്ഥാനത്തിൻ്റെയും അധിപനായ വ്യാഴം 12-ാം ഇടത്ത് നിൽക്കുമ്പോൾ ചില കാര്യങ്ങൾക്ക് നല്ലതുമാണ്. ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. ശ്രേയസ്സും യശസ്സും വന്നു ചേരും. ഭാഗ്യവും ഒക്കെ ഉള്ളതിനാൽ രാശ്യാധിപന്റെ സ്ഥിതി കൊണ്ടും ഒക്കെ അങ്ങനെയാണ് കാണുന്നത്. തന്നാൽ ഭരിക്കപ്പെടുന്ന കാര്യങ്ങൾക്ക് ചില ക്ലേശങ്ങളുണ്ടാകാം. അതായത് കഠിനാധ്വാനം വർദ്ധിക്കുക, ഉത്തരവാദിത്തത്തിനനുസരിച്ചും പ്രയത്നത്തിനനുസരിച്ചും ചില സന്ദർഭങ്ങളിലെങ്കിലും വേതനം ശമ്പളം കിട്ടിയില്ല, അല്ലെങ്കിൽ വേണ്ടത്ര സാമ്പത്തിക അഭിവൃദ്ധി നേട്ടങ്ങൾ ഉണ്ടായില്ല എന്ന് തോന്നുന്ന ഒരു സന്ദർഭമാണ് ഈ ഒരു മാസം. കുടുംബത്ത് പരസ്പരം ചില കലഹങ്ങളൊക്കെ ഉണ്ടാകാം. എന്നിരുന്നാലും സർവേശ്വരകാരകനായ വ്യാഴം 12-ാം ഇടത്ത് നിന്നുകൊണ്ട് 12-ാം ഇടത്ത് നിൽക്കുമ്പോൾ അത്ര ബലമൊന്നും ഇല്ല. എങ്കിലും വ്യാഴത്തിൻ്റെ ദൃഷ്ടി സുഖസ്ഥാനത്തേക്കുള്ളതിനാൽ അധിക ക്ലേശങ്ങൾ ഉണ്ടാകുകയില്ല എന്ന് ഉറപ്പിക്കും. വാഹന സംബന്ധമായിട്ടും മാതാപിതാക്കളുടെ കാര്യത്തിലും അതുപോലെ തന്നെ ഗൃഹത്തിൻ്റെ കാര്യം, ഗൃഹനിർമ്മാണവുമായി ബന്ധപ്പെട്ടൊക്കെ നിൽക്കുന്നവർക്ക് പൊതുവെ ഒരു മെച്ചമുള്ള ഒരു മാസമാണ്. അതുപോലെ മറ്റൊരു ഭാവമാണ് വിദ്യാഭ്യാസ കാര്യങ്ങളിൽ വിജയങ്ങൾ വന്നു ചേരും. വിദ്യാഭാവത്തിൻ്റെ അധിപനായ ചന്ദ്രനും ശുക്രനും മറ്റ് ഗ്രഹങ്ങളുമൊക്കെ ഇഷ്ടഭാവങ്ങളിലൂടെ സഞ്ചരിക്കുന്ന സന്ദർഭമാണ് ഈ മാസം. എങ്കിലും പഠനകാര്യത്തിൽ അതീവ ജാഗ്രതയും ശ്രദ്ധയും അലസത ഒഴിവാക്കി മുൻപോട്ട് പോകേണ്ടതുമാണ്. സഹോദരസ്ഥാനീയർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ വളരെ നല്ല ഒരു കാലമാണ്. അഭിവൃദ്ധികൾ വന്നു ചേരുകയും പരസ്പര സഹായ സഹകരണങ്ങളും ഉണ്ടാകുന്ന കാലം. അധിക രോഗാവസ്ഥകളോ കടങ്ങളോ ഒന്നും സൂചകമല്ല. ഏതെങ്കിലും തരത്തിലുള്ള നിയമപ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറുന്നതിന് ഉള്ള സൂചനയാണ് കാണുന്നത്. തൊഴിൽ കാര്യങ്ങളിൽ ചിന്തിച്ചതിൽ തൊഴിൽ ഭാവത്തിൽ ചൊവ്വായും രാഹുവും കൂടി സ്ഥിതി ചെയ്യും. ചൊവ്വ ഉപജയസ്ഥാനത്തിൻ്റെ അധിപനാണ്. സർവാഭീഷ്ടങ്ങളും സാധിക്കേണ്ട ഭാവത്തിൻ്റെ അധിപനാണ് മിഥുനം രാശിക്കാരായിരിക്കുന്ന നക്ഷത്രക്കാർക്ക്. അതായത് മകയിരത്തിൻ്റെ 3, 4 പാദങ്ങളും തിരുവാതിരയും പുണരത്തിൻ്റെ ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക്. ആയതിനാൽ തൊഴിൽപരമായ പുരോഗതികൾ വന്നിച്ച് പഠിച്ച വിദ്യയ്ക്കനുസരിച്ച് ഒരു ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി ലഭിക്കുന്നതിനുള്ള ഒരു മാസമാണ്. അതുപോലെ തന്നെ ഇപ്പോഴുള്ള ജോലിക്ക് ഒരു പ്രമോഷൻ വന്നു ചേരുന്നതിനും യോഗമുണ്ട്. ഭാഗ്യമുള്ള ഒരു സന്ദർഭം. അതുപോലെ തന്നെയാണ് ജലരാശി അധിപൻ കൂടിയായ ചൊവ്വ മീനം രാശിയിൽ രാഹുവിനോട് യോഗം ചെയ്ത് നിൽക്കുമ്പോൾ വിദേശത്ത് പോകുന്ന കാര്യങ്ങൾക്ക് ശ്രമിക്കുന്നവർക്കും ഇപ്പോൾ വിദേശത്തായിരിക്കുന്നവർക്കും, അതായത് നമ്മുടെ സ്വന്തം നാട് വിട്ട് പഠനത്തിനായിട്ടും തൊഴിലിനായിട്ടും പോകുന്നവർക്കും പോയിട്ടുള്ളവർക്കും ഈ മെയ് മാസം വളരെ അനുകൂലവും ഭാഗ്യവും ദൈവാധീനവുമുള്ള കാലമാണ്.
അത് കൃഷിക്കാരായാലും മറ്റ് സൈനിക അർദ്ധസൈനിക വിഭാഗത്തിലുള്ളവരായാലും മെഡിക്കൽ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവരായാലും അധ്യാപകർക്കും അതുപോലെ തന്നെ മറ്റ് ഇമ്പോർട്ടിംഗ് എക്സ്പോർട്ടിംഗ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്കും ഷെയർ മാർക്കറ്റിംഗ് അങ്ങനെ അനവധിയായ തൊഴിൽ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ഈ മാസം അനുകൂലമാണ്. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേര് നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. കൂടാതെ ഞാൻ ഈ പറഞ്ഞത് ഗോചര ഫലങ്ങളാണ്. ഗ്രഹങ്ങൾ ഗോചരാൽ സഞ്ചരിക്കുമ്പോഴുള്ള ഫലങ്ങളാണ് പറഞ്ഞത്. അധിക കഷ്ടതകളും നഷ്ടങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ, അതുപോലെ എന്തെങ്കിലും നിശ്ചിത കാര്യങ്ങൾ സാധിക്കുന്ന കാര്യത്തിൽ തടസ്സമൊക്കെ ഉണ്ടെങ്കിൽ അത് സാധിക്കുന്നതിനായിട്ട് ജാതകം പരിശോധിച്ച് യഥാശക്തി അനുസരിച്ച് നമ്മളാ കഴിയാവുന്ന വഴിപാടുകളോ പ്രാർത്ഥനകളോ ശ്രദ്ധകളോ ഒക്കെ ചെയ്താൽ കൂടുതൽ വിജയങ്ങൾ വന്നു ചേരുന്നതുമാണ്.